ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും അതിനോടൊപ്പം തന്നെ ഒരു ദോശ ബാറ്ററിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ്. ഒന്ന് രണ്ട് പേര് കമൻറ്റ് ദോശ ബാറ്ററിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് സാധാരണ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ സാധാരണ കുറച്ച് നേരം കിടന്നുറങ്ങാറുള്ളതാണ്. ഇന്നെന്തോ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അങ്ങനെ കുറച്ച് നേരം വന്ന് സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചായ വയ്ക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതുപോലെ മോന് വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അവൻ വരുമ്പോഴത്തേക്കിനിപ്പം 4:30-5 മണിയാവും. അങ്ങനെ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നതിന് ശേഷം പിന്നെ വിചാരിച്ച് പോയി ചായ വയ്ക്കാമെന്ന്. അങ്ങനെ നേരെ കിച്ചണിലേക്ക് പോന്നു. ഇന്നാണേ ചായക്കാണെങ്കിൽ പാലുമില്ല കേട്ടോ. ഇപ്പോൾ പാല് കൊണ്ടുവരാത്തത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല, അതുകൊണ്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇവിടെ അപ്പുറത്ത് ജംഗ്ഷനിൽ തന്നെയാണ് കട. അവിടെ പോയി പാല് മേടിക്കാവുന്നേ ഉള്ളൂ. പാല് പോയി മേടിക്കാനുള്ള മടി കാരണം പിന്നെ കട്ടൻ കാപ്പി അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. നമ്മൾ ഈ പാക്കറ്റിൽ കിട്ടുന്ന കോഫി പൗഡർ വെച്ചിട്ട് കോഫി ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പാൽ കോഫി ആണെങ്കിൽ ഓക്കെ, ഈ കട്ടൻ കാപ്പി ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതേ സമയത്ത് നമ്മൾ പൊടിച്ചെടുക്കുന്ന കാപ്പിപ്പൊടി വെച്ചിട്ട് കാപ്പി ഉണ്ടാക്കിയാൽ അതിന് നല്ല ടേസ്റ്റാണ്. ഇതാണെങ്കിൽ അമ്മ വന്നപ്പം കൊണ്ട് തന്നതാണ് ഈ കാപ്പിപ്പൊടി. ഇത് വെച്ചിട്ട് കാപ്പി ഉണ്ടാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് അത്. അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നേരെ പിന്നെ സിറ്റ് ഔട്ടിലേക്ക് തന്നെ പോന്നു. അവിടെ ഇരുന്നാണ് ഞാൻ ഇന്ന് വൈകിട്ട് ചായയൊക്കെ കുടിക്കാറുള്ളത്. ഇവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ റോഡിൽ പോകുന്ന ആൾക്കാരെയൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ ഇരുന്ന് കുടിക്കാമല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വെച്ചു. ഇന്നാണെങ്കിൽ വൈകിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലാത്തതല്ല, ഇന്ന് പണിയൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. പണിയൊക്കെ ആവശ്യം പോലുണ്ട്, ഇന്ന് വൈകിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതി. എൻ്റെ ഈ മെലസ്റ്റോമ പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിലാണെങ്കിൽ നവംബർ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കിന് നിറയെ പൂക്കളാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 3 വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് ഈ ലാവൻഡർ കളറ്, ഒന്ന് ഒരു ഡാർക്ക് വയലറ്റ് കളറ്, ഒന്ന് വൈറ്റ് കളറുമായിരുന്നു. വൈറ്റ് ആണെങ്കിൽ എൻ്റെ തങ്ങ് നശിച്ചു പോയി. എന്തോ അത് പിടിച്ചു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതങ്ങ് നശിച്ചു പോയി. ഇനിയിപ്പോൾ നഴ്സറിയിലും കാണാൻ പോകുമ്പോൾ ഒരെണ്ണം വൈറ്റ് മേടിച്ച് വെക്കണം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ത്രെഡ് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വൈറ്റ് ഫ്രീ അല്ലേ, ഒന്ന് പോയി ത്രെഡൊക്കെ ചെയ്തിട്ട് വരാം. അതുപോലെ പാലും മേടിക്കാനുണ്ട്. എന്ന് സാധാരണ മോൻ കോളേജിൽ നിന്ന് വരുമ്പോൾ അവനാണ് പാല് മേടിച്ചിട്ട് വരുന്നത്. ഇന്ന് എന്തായാലും ഞാൻ പുറത്ത് പോകുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ പാലുകൂടി മേടിച്ചു. പിന്നെ അതുപോലെ സൺഫ്ലവർ ഓയിൽ തീർന്നിരിക്കുമായിരുന്നു, അതുകൂടി മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ തിരിച്ചു വരുന്ന വഴി പിന്നെ വീട്ടിലൂടെ ഒന്ന് കയറി. ഇതാണ് കേട്ടോ എൻ്റെ വീട്, അതായത് ഞാൻ ജനിച്ചു വളർന്ന വീട്.
ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ആങ്ങളെയും വൈഫും മക്കളും ഒക്കെയാണ്. അതിനപ്പുറത്ത് തന്നെയാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങൾ 3 മക്കളും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് നേരം അവരുമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ചെന്നിരുന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയത്തേയില്ല. അതുമല്ല കാത്തു അവളാണെങ്കിൽ പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ആളവൾ ഓരോന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചെടുത്ത് അവളെന്നെ വിടത്തതുമില്ല. അങ്ങനെ കുറച്ച് നേരം അവരുമായിട്ടൊക്കെ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിന് പിന്നെ അവളെനിക്ക് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് തന്ന് അതൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ ഞാൻ വിളക്ക് വെക്കാൻ നേരമായപ്പോഴത്തേക്കിനും പിന്നെ തിരിച്ചു വന്നു. അതിന് ശേഷം പിന്നെ വിളക്കൊക്കെ വെച്ചു കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഗംഭീര മഴയായിരുന്നേ. ആ മൂടി കെട്ടി നിന്നതെല്ലാം കൂടെ അങ്ങ് പെയ്തങ്ങ് ഇറങ്ങി. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു. പിന്നെ വീട്ടിൽ ചെന്നപ്പം പിന്നെ അവൾ കുറച്ച് കാച്ചിൽ തന്നിട്ടുണ്ടായിരുന്നേ. അവിടെ പറമ്പിൽ തന്നെ ഉണ്ടായത്. ആ പഴയ മൂടങ്ങാണ്ട് കിടന്ന് കിളിച്ചു വന്നെയാ. പറമ്പ് വൃത്തിയാക്കിയതിപ്പം പറിച്ചെടുത്തിയാണെന്നും പറഞ്ഞിട്ട് കുറച്ച് കാച്ചിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് കൈയോടെ തന്നെ അങ്ങ് പുഴുങ്ങാമെന്ന് വെച്ചു. അതുപോലെ നല്ല ക്ലൈമറ്റാണല്ലോ, കാച്ചിലൊക്കെ പുഴുങ്ങി തിന്നിരിക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. അങ്ങനെ കാച്ചിലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി വേവിക്കാനായിട്ട് വെച്ചു. ഇനി ഇതിനൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഫ്രിഡ്ജിൽ കൊച്ചുള്ളി ഇരിപ്പുണ്ടായിരുന്നു. 10-15 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. അതിലേക്ക് എൻ്റെ കയ്യിൽ കാന്താരി ഇല്ലായിരുന്നതുകൊണ്ട് സാധാരണ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 2-3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇവിടെ ആണെങ്കിലുണ്ടല്ലോ എല്ലാവർക്കും ഈ പുഴുക്കെന്ന് പറയുന്ന സാധനം അത്ര ഇഷ്ടമൊന്നുമല്ല. എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഈ കപ്പ, ചേന, ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. ഇവിടെ ആർക്കും വലിയ പ്രിയമൊന്നുമില്ല ഇത്. അതിന് ശേഷം അതൊക്കെ കഴിച്ചു. അവനാണെങ്കിൽ വലിയ ഇഷ്ടമൊന്നുമില്ല. എങ്കിലും 2 പീസ് അവനും കൊടുത്തു. നല്ലതായിട്ട് വേവുന്ന കാച്ചിലായിരുന്നു കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതുകൊണ്ടായിരിക്കും. അതുപോലെ കാച്ചിൽ, ചേമ്പ്, ചേന ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ വൃശ്ചിക മാസത്തിലാകുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് വേവും എന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. അങ്ങനെ കാച്ചിലൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണമായിരുന്നേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീർന്നിട്ട് 3-4 ദിവസമായി. ഞാൻ എല്ലാ പ്രാവശ്യവും തീരുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഈ പ്രാവശ്യം അങ്ങ് മടിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങിരിക്കും. പിന്നെ അങ്ങ് മറന്നും പോവും. ഇന്നലെ ഞാൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലായിരുന്നു. പിന്നെ അന്നേരം പൊളിച്ച് ചതച്ചെടുത്താണ് ചേർത്തത്. അതുകൊണ്ട് ഇന്ന് എന്തുമായാലും ഉണ്ടാക്കി പറ്റത്തുള്ളൂ എന്ന് വെച്ച് ഞാൻ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുമ്പോൾ 1 കപ്പ് വെളുത്തുള്ളിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/4 കപ്പായിരിക്കും ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവിൽ ചേർക്കത്തില്ല. അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് അരഞ്ഞു വരുമ്പോഴത്തേക്കിനും അതിലേക്ക് ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കും.
അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി 2 മാസത്തേക്ക് നോക്കണ്ട. അതിനുശേഷം പിന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. എനിക്ക് വിശപ്പില്ലായിരുന്നില്ല. കാച്ചിലെല്ലാം തിന്നതുകൊണ്ട് എനിക്ക് വിശപ്പില്ലായിരുന്നു. മോനെ അവനങ്ങനെ കഴിച്ചില്ല. അവന് 2 പീസ് കഴിച്ചുള്ളൂ. അപ്പോൾ അവനുള്ള ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. ചപ്പാത്തിക്ക് കറിയൊന്നും ഇല്ലായിരുന്നു. രാവിലത്തെ പൂരിക്കുണ്ടാക്കിയ മുട്ടക്കറിയുടെ കുറച്ച് ഗ്രേവി ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടിട്ട് അത് മുട്ടക്കറിയാക്കി നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. അവനായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അവനെന്ത് വേണമെങ്കിലും കഴിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഒരാൾക്കായിട്ട് വേണ്ടി എന്തുവാ കറി ഉണ്ടാക്കുന്നത്. അതുപോലെ എനിക്ക് രാത്രിയിൽ കറി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ മോനുള്ള ഫുഡൊക്കെ എടുത്തുനിന്ന് കാസറോളിനകത്തേക്ക് വെച്ചു. അവനിപ്പോൾ കഴിക്കത്തില്ല. അവന് പഠിച്ചേച്ചൊക്കെ വന്നേച്ചൊരു നേരവും കഴിക്കാൻ. അതിനുശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നേ. കാച്ചിൽ പുഴുങ്ങിയതും അങ്ങനെയായിട്ടൊക്കെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തു. അതിനുശേഷം കിച്ചണും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ രാത്രിയിലെ പണികളെല്ലാം കഴിഞ്ഞ് അവിടെ കോർണറിലിരിക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അത് ഉച്ചക്കലത്തെ മീൻകറിയാണ്. അത് ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെക്കത്തില്ല. മീൻകറി ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കി വെക്കത്തേ ഉള്ളൂ. പുറത്ത് തന്നെ വെക്കത്തേ ഉള്ളൂ. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. ഇനി കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കും. മോനവനാണെങ്കിൽ എന്നെ പഠിച്ചൊക്കെ കഴിഞ്ഞേച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു സമയമാവും. ചപ്പാത്തിൻ്റെ റെസിപ്പി കാണാം. ആദ്യം തന്നെ അരി ഉഴുന്നെടുക്കുന്നതിൻ്റെ റേഷ്യോ നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഉഴുന്നെടുക്കുകയാണെങ്കിൽ അതിന് 2.5 കപ്പ് അരിയാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്കൊരു 8 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ അരി ഉഴുന്നൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഉഴുന്ന് കുതിർത്ത അതേ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഉഴുന്നൊന്ന് അരച്ചെടുക്കുക. ഉഴുന്നിനകത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. ഒരുപാടങ്ങ് ലൂസായി പോകരുത് അരച്ചെടുക്കുമ്പോൾ. നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ, ഞാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും അരി എടുക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ്. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് റേഷൻ കടയിൽ അരി വെച്ചിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ട് ഒരു പശപ്പുണ്ടെന്ന്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എത്രയോ കാലമായിട്ട് റേഷൻ കടയിലെ അരി തന്നെയാണ് ദോശയായാലും ഇഡ്ഡലി ആയാലും ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. എനിക്ക് നന്നായിട്ട് കിട്ടാറുമുണ്ട്. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.